ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു പോകുകയും ട്രാക്റ്റുകളും പ്രിയപ്പെട്ടവരുടെ വേദനകളൊക്കെ അറിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തക്കയും പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നമുക്ക് ഈ സമയം തന്നു. ഇന്ന് രാത്രിയിൽ ദൈവാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ടീമിലുള്ള പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്. പുറത്തുനിന്ന് തന്നെ ആരും ഇവിടെ ഇല്ല ഈ സമയം. എന്നാൽ നമ്മെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചുറ്റുപാടായിരിക്കുന്ന ഭവനങ്ങളിലും ഇവിടെ ഈ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ആയിരിക്കുന്ന കടകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശബ്ദം ഇവിടെ പാടി ആരാധിക്കുവാൻ തുടങ്ങിയ നിമിഷം മുതൽ ഞങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇങ്ങനെ ഒരു യോഗം ഇവിടെ നടത്താനുള്ള കാരണം എന്ന് ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ പല പ്രാവശ്യങ്ങളിൽ ഈ കവലകളിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെ നന്നായി ശ്രദ്ധിക്കുകയും കേൾക്കുകയും പല ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങളെ പരമേൽപ്പിക്കപ്പെട്ട ട്രാക്റ്റുകൾ നിങ്ങൾ വായിക്കുകയും അതിൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഒരു പ്രാവശ്യം കൂടി ഇന്ന് രാത്രിയിൽ ഞങ്ങളെ രക്ഷിച്ചവനായ ക്രിസ്തു ആരെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതും ഈ സന്ദേശം അറിയിക്കുന്നതും. എന്തിനാണ് ഈ സന്ദേശം അറിയിക്കുവാനുള്ള കാരണം? നാളെ വരാൻ പോകുന്നതായ സംഭവങ്ങളെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വന്നതിന് ശേഷം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനേക്കാളും സംഭവിക്കുന്നതിന് മുമ്പേ ഇന്നത് സംഭവിക്കുമെന്ന് ദേശത്തോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞ് അറിയിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഈ സത്യ ബൈബിൾ മാത്രമേ ഉള്ളൂ. ഉലകത്തിനകത്ത് കൊള്ളാമെന്നുള്ള ഒരു വ്യക്തിയോട് വ്യക്തമായി പറയാൻ കൊള്ളാമെന്നുള്ള, പരിചയപ്പെടുത്തുവാൻ കൊള്ളാമെന്നുള്ള ഒരേ ഒരു നേതാവ് ഉലകത്തിൽ ജനിച്ചത് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു വ്യക്തി ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തി ഇവിടെ ജനിക്കുവാനുള്ള കാരണമെന്ന് എന്ന് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്. അല്പസമയമാണെങ്കിലും കർത്താവിന്റെ ദാസൻ 2 സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഗരുവുകളെ കുറിച്ചുള്ള സൃഷ്ടി. ആ ഗരുവുകളെ സൃഷ്ടിച്ച ദൈവത്തെ നിത്യം ആരാധിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു സൃഷ്ടിച്ചത്. ഒരു സുപ്രഭാതമായപ്പോൾ ആ ദൈവസ്ഥൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ ഭൂമിയിലുള്ള സകല സമ്പത്തിനെ കാര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മുത്തുക്കളെ കൊണ്ട് ആണ് 12 തരമായ രത്നങ്ങൾ കൊണ്ടാണ് ആ സൃഷ്ടി നടന്നത്. എന്നാൽ അത് ചിറകൊക്കെ വിടർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം അതിനെ വഷളാക്കേണ്ടത് വിധത്തിൽ മാറി. അതുകൊണ്ട് അതിന്റെ ഉള്ളത്തിനകത്തൊരു അഹങ്കാരം ഉണ്ടായി. ദൈവത്തെക്കാൾ ഉന്നതനാകുവാൻ അവൻ താല്പര്യപ്പെട്ടതുകൊണ്ട് അതിനെ സ്വർഗത്തിലെ ദൈവം ദേവപർവ്വതത്തിൽ നിന്നും നിലത്തേക്ക് അതിനെ വെട്ടിമാറ്റി. അതേ സ്ഥാനത്ത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ മനുഷ്യനെ സൃഷ്ടിച്ച കുറിച്ച് പറഞ്ഞു, ദൈവ മക്കളാകേണ്ടത് ഒരു സൃഷ്ടി. ആ സൃഷ്ടി എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഇവിടെ സങ്കീർത്തനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നു.
നിന്റെ വിരലുകളുടെ പണിയായിരിക്കുന്ന ആകാശത്തെയും നീ ഉണ്ടാക്കിയ നക്ഷത്രത്തെയും ചന്ദ്രനെ ഓർക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം അവനെ നീ അല്പം മാത്രം താഴ്ത്തി അവന് തേജസ്സും ബഹുമാനവും എല്ലാത്തിന്റെ മേലും അവനെ അധിപതിയായും എല്ലാം അവന്റെ കാൽ കീഴിലായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ദൈവസ്നേഹികളായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരാണ്, നിങ്ങളെ എന്തിനാ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചതായ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ അഥവാ കഴിയാതെ പോയാൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് വ്യക്തമായി പറയുന്നു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തേജസ് കൊണ്ടും ദൈവത്തിന്റെ ബഹുമാനം കൊണ്ടും ദൈവത്തിൻ്റെതായ സകലത്തിന്റെ മേൽ അവനെ അധികാരിയായും എല്ലാം അവന്റെ കാൽ കീഴിലുമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവായ ദൈവം അവനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിരുന്നു. ആ ഏദൻ തോട്ടത്തിലാക്കിയിരുന്നതായ ആ മനുഷ്യനോട് ദൈവം ഒരു ഉടമ്പടിയും കൊടുത്തിരുന്നു. ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അവരോട് പ്രമാണം കൊടുത്തിരുന്നു. എന്നാൽ ആ പ്രമാണം അവർ ലംഘിച്ചു. ദൈവത്തിന്റെ കൽപ്പനയെ അവർ നിരസിച്ചു. ദൈവം പറഞ്ഞതായ ദൈവികമായിരിക്കുന്ന പ്രമാണത്തെ അവർ ലംഘിച്ചുകൊണ്ട് അവരും ആഗ്രഹിച്ചത് ഒന്നായിരുന്നു. ഒന്നാമത്തെ സിദ്ധിയായ സാറാബുകളുടെ ഹൃദയത്തിനകത്ത് എപ്രകാരം വന്നുവോ അതിനും ഉപരിയായി ഇവർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു. അവിടെ കണ്ണിനെ ഒക്കെ ദൈവം മറച്ച് ദൈവത്തിന്റെ തേജസ് അവരുടെ മേൽ പകർന്നിരുന്നു. എന്തിനാണ് അവരുടെ മേൽ ദൈവത്തിന്റെ തേജസ് പകർന്നിരുന്നത്? ദൈവം അവരുടെ അടുക്കലേക്ക് കടന്നു വരേണ്ടതിനും ദൈവവും മനുഷ്യനുമായി എപ്പോഴും ഇടപഴകുവാനും സംസാരിക്കുവാനും ദൈവം തന്റെ മനുഷ്യന്റെ ആവശ്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും അവർ സംഭാഷിച്ച് നടന്ന ഒരു സാഹചര്യമായിരുന്നു. ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവരെ ദൈവം പൊതിഞ്ഞിരുന്നു. എന്നാൽ ആ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്നും മാറിപ്പോയി. ദൈവവും അവരുമായുള്ള അടുത്തുള്ളതായ ബന്ധം മനുഷ്യൻ ദൈവത്തിൽ നിന്നും നഷ്ടപ്പെടുത്തി. ആ മനുഷ്യൻ ദൈവത്തോട് അടുക്കുവാൻ വളരെ ആഗ്രഹത്തോടുകൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ആ മനുഷ്യനെ ദൈവം നശിപ്പിച്ച് കളയാതെ അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് അടുത്തൊരു ജനറേഷൻ ഭൂമിയിൽ ഉണ്ടാക്കണമെന്നും ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ആ ജനത്തെ കൊണ്ട് ഈ ഭൂമിയെ നോക്കുക പെറ്റുപെരുകി ജനത്തെ നിറയുവാനിടയായി. ആ ജനവും പാപം ചെയ്ത് അധർമ്മം ചെയ്ത് ദുർമാർഗികളായി അവർക്ക് ദൈവം കൊടുത്തതായ കുടുംബ ബന്ധത്തെക്കാളും അവർ വളരെ ആഗ്രഹിച്ചത് മറ്റ് പാപപ്രവൃത്തികളായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ പാപം ദൈവത്തോട് എത്തിയപ്പോൾ ആ മനുഷ്യനെ പൂർണ്ണമായി മാറ്റി ഒരു കുടുംബത്തെ ദൈവം അവിടെ നിന്നും വേർതിരിച്ചു. ദൈവം തന്റെ നോഗിയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയണമെന്ന് ആവശ്യപ്പെട്ടു. ദൈവം പറഞ്ഞതനുസരിച്ച് നോഗ പെട്ടകം പണിതു. ആ പെട്ടകം പണി തീർന്നിട്ട് ജനത്തോട് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, ഈ ഭൂമിയെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ പോകുകയാണ്.
അതുകൊണ്ട് ഈ പെട്ടകത്തിൽ കയറുന്നവര് രക്ഷ പ്രാപിക്കും എന്ന് നോഹയോട് ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പ്രസംഗിച്ചു. എന്നാൽ ആ ജനം, അന്നത്തതായ ജനം, ജലപ്രളയം എന്ന് പറയണമെങ്കിൽ മഴയുണ്ടാകണം. നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്കറിയാം. വയനാട് പ്രദേശത്തിൽ, മുണ്ടക്കയ പ്രദേശങ്ങൾ, ചില ജില്ലകളെ അവിടെ ജലപ്രളയം കൊണ്ട് അവിടെ ഉരുളുപൊട്ടിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അവരെ സകല പ്രതീക്ഷകളും അവിടതായ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അവരെല്ലാം ക്രമീകരിച്ച് അവർ പാർക്കുവാൻ പണിത ഭവനങ്ങൾ ഇതൊക്കെയും ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു രാത്രി കൊണ്ട് അത് അസ്തമിച്ചു പോകുന്നത് പലരും ആ ഭവനത്തിൽ നിന്നും മാറി നിന്ന വ്യക്തികൾ കണ്ടതാണ്. അവർ നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കേൾക്കുന്ന അനുഭവങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, ചിലര് പറയുന്നത് എന്റെ സഹോദരന്റെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ട് നിന്നു, നിമിഷങ്ങൾ കൊണ്ട് വെള്ളം കൊണ്ടുപോയി, എന്റെ ഭാര്യയെ ഞാൻ കൈക്ക് പിടിച്ചുകൊണ്ട് നിന്നു, ഒരു സെക്കൻഡ് കൊണ്ട് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, അവരൊരിക്കലും വിചാരിച്ചതായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുമെന്ന്. അവിടെ പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളോട് ഇന്ന് രാത്രിയിൽ, പ്രിയപ്പെട്ടവരോട്, ഈ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഞങ്ങൾ ദൈവമക്കളല്ലോ കേൾക്കുന്നവര്. പക്ഷേ ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിൻ്റെതായ കരവിരുത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനായുകൊണ്ട് ദൈവം മനുഷ്യന്റെ മേൽ വച്ചിരിക്കുന്ന സകലതും മനുഷ്യൻ എന്ത് ചെയ്യണം? അത് അഭിമുഖീകരിച്ചേ മതിയാവുകയുള്ളൂ. മരണമെന്ന മൂന്നക്ഷരം മനുഷ്യന്റെ മേൽ വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഭൂമിയിലോ ഏതൊരു വ്യക്തിത്വങ്ങളും ആ മൂന്നക്ഷരത്തെ മാറ്റി അവരെ നിത്യജീവൻ എന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ ഈ വചനത്തിനു മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും മൂന്ന് അക്ഷരമെന്ന മരണത്തിന് അമ്മയെ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോ ആ ഉരുളുപൊട്ട് മുഖാന്തരം സംഭവിച്ചതായ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. നമ്മുടെ കേരളത്തിന് മാത്രമല്ല, പിന്നെയോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും മറ്റ് രാജ്യങ്ങളെല്ലാം അതിന് ഒക്കെയും പ്രയാസത്തോടെ നമ്മുടെ കേരളത്തിന്റെ ആ പുനരുദ്ധാരണത്തിന് വേണ്ടി അനേക വ്യക്തികൾ പണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്നത് ഇവിടെ പുനരുദ്ധാനം ചെയ്ത് അതിനെ നോക്കുക നന്നായി കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നോക്കുക, ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ജലപ്രളയം ഉണ്ടാകുമെന്ന്. പക്ഷെ വേദപുസ്തകത്തില് ഞങ്ങൾ നിവർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ ഭൂമി മർദ്ദന പോലെ ചാഞ്ചാടുന്നു, ഇത് പൊടിപൊടാ പൊട്ടുന്നു, ഇത് കിഴുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ അകത്യമത്രേ. അതുകൊണ്ട് അത് വീഴും, അത് എഴുന്നേൽക്കുകയുമില്ല. ഹല്ലേലൂയ. കേട്ടോ, ഈ ഭൂമി ഉണ്ടല്ലോ, നമ്മൾ ഗംഗാപുഴയില് കേട്ടതായ ഒരു ഞെട്ടലും മാറിയില്ല. 15 ദിവസത്തെ ഒരു തെരച്ചില് അവസാനിപ്പിച്ച് അവിടെ നഷ്ടപ്പെട്ടു പോയ ലോറിയും അവിടെ നഷ്ടപ്പെട്ടു പോയ ഡ്രൈവറെയും അന്വേഷിച്ചിട്ട് 15 ദിവസത്തെ തെരച്ചിൽ നടത്തിയിട്ടും അവിടത്തെ മണ്ണിടിഞ്ഞതിന്റെ കണക്ക് റിപ്പോർട്ട് ചെയ്ത് എത്രയെന്നറിയോ? 66,000 ടൺ. അത്
കീറിയപ്പോ അതിനെ നിയന്ത്രിക്കുവാനോ നമുക്ക് ആ ഗംഗാ പുഴയ്ക്ക് പോലും അതിനെ തടുത്ത് നിർത്താൻ കഴിയാതെ അതിന്റെ മറുകരയിലേക്ക് പോയി ആ മറുകരയിലിരുന്ന ഭവനങ്ങളെയും തകർത്ത് അതിനകത്തുള്ള വ്യക്തിയെ ഈ ഗംഗാ പുഴയിലേക്ക് ഒഴുക്കിയ ചരിത്രമാണ് ഈ വേദപുസ്തകത്തിന്റെ ചരിത്രം. അതുകൊണ്ടാ ഇത് മുൻപേ അറിയിക്കുന്ന നാളെ സംഭവിക്കാനുള്ള ഇന്നേ പറയുന്നത് നാളെ നടക്കും. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ? അതുകൊണ്ടാണ് ഇവിടെ നോഹ വ്യക്തമായി പ്രസംഗിച്ചത്. ഈ ജലപ്രളയം കൊണ്ട് ജനം നശിക്കും, അതിനു മുമ്പ് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. പക്ഷേ അവരെ കേട്ടില്ല. ഒരു കുടുംബം, 8 പേരടങ്ങുന്ന ഒരു കുടുംബം. അതിൽ നിന്നുമാണ് നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ജനറേഷനൊക്കെ അതിന് ശേഷമുള്ളതാണ്. ആ നോഹയെ 8 ആ പേരോടടങ്ങുന്ന ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെ ദൈവം വേർതിരിച്ച് ദൈവം പെട്ടകത്തിനകത്ത് കയറി അവരെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇന്ന് കാണുന്ന ഈ സകല ജനറേഷനും അതിൽ നിന്നുള്ളത് ആദ്യ ജനറേഷനാണ്. ഇങ്ങനെ മനുഷ്യൻ ദൈവത്താൽ അകന്നുപോയ മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ വിമോചിക്കേണ്ടതിന്, വിടിവിക്കേണ്ടതിന് കർത്താവ് ചില പദ്ധതികളെ ആസൂത്രണം ചെയ്തു. ആ ആസൂത്രണം ആയിരുന്നു യാഗം, മൃഗയാഗം, പക്ഷിയാഗം. ഇങ്ങനെയുള്ള യാഗം നടന്നു. പക്ഷെ 1 വർഷം മാത്രമേ ആ യാഗത്തിന് ആയുസുള്ളൂ. 1 വർഷം കഴിയുമ്പോൾ അതിന്റെ ആയുസ് തീർന്നിട്ട് അടുത്ത വർഷം ആകുമ്പോൾ അങ്ങനെ ചെയ്യണം. അതിലേറിയ പുസ്തകത്തില് 19:21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് മനുഷ്യന് ഒന്ന് വായിച്ചേ 19:21 അവൻ യഹോവയ്ക്ക് അകൃത്യയാഗത്തിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അകൃത്യയാഗത്തിനും ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ എന്തോ പ്രായശ്ചിത്തമാണ് അവിടെ നടന്ന യാഗമല്ല. അവിടെ തന്റെ ജനത്തിന് 1 വർഷത്തേക്ക് അവൻ ചെയ്യുന്നതായ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് മഹാപുരോഹിതന്റെ കരങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ആട്ടുകൊറ്റന്റെ രക്തമെടുത്ത് സമാഗമന കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ട് അവന് പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ യേശു ക്രിസ്തു പ്രായശ്ചിത്തത്തിന് വന്നതായ ഒരു വ്യക്തിയല്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. വേദപുസ്തകത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. എന്നാൽ സർവജനത്തിനു വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് സർവശക്തനായ യേശു ക്രിസ്തു മാത്രമേയുള്ളൂ. ആ പരമയാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാരാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. ആ ദൈവ ജനത്തെ അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അതിൽ നിന്നും ഇവിടെ വരാൻ പോകുന്ന സകല വിപത്തിൽ നിന്നും നിങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകേണ്ടതിനും യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. എന്തിനു വന്നു? അതെങ്ങനെ വന്നു? ദൈവമായിരുന്നവൻ. ബൈബിൾ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിലും 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത്
ചരിത്രത്തിൽ മനുഷ്യനായി തന്നെ താഴ്ത്തി ഏതുവരെ ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തുക മാത്രമല്ല, സകല മുഴങ്കാലും ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു ദൈവമെന്ന് അവന്റെ മുട്ടുമടങ്ങി ദൈവ കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരും. അതിന്റെ സമയം ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റുനോവിന്റെ ഒരു സമയമാണ്. കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമെന്ന് രേഖപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകം ഈ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ഇവിടെ ജനിക്കുന്നതൊക്കെ ജനിച്ചതിന് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ബയോട്ടൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ ജാതകം എഴുതുന്നതൊക്കെ അതിന് ശേഷമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു ജനിക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് തന്നെ കുറിച്ച് പ്രവചിച്ചു. ആ പ്രവചനത്തിൽ ഇങ്ങനെയാ യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞു. തന്റെ ശിഷ്യന്മാരുമായി യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ അവരോട് കൂടി നടന്ന യേശു പറഞ്ഞു, അവർ വാദിച്ചും തർക്കിച്ചുമൊക്കെ പോകുമ്പോൾ അവരുടെ കണ്ണുകളെ നിരോധിച്ച് അവരുടെ മുമ്പ് അവിടെ യാത്ര ചെയ്ത് പോയതായ യേശുക്രിസ്തു അവരോട് പല കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവര് ഓരോന്ന് പറഞ്ഞും തർക്കിച്ചൊക്കെ പോകുമ്പോൾ അവരോട് യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചു. എന്താ പ്രസ്താവിച്ചത്? യേശു പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നോക്കുക, അത് നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു. അല്ലേ? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗം പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. അപ്പൊ മോശയുടെ ന്യായപ്രമാണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതാണ് പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലായ യെശയ്യാവിന്റെ പുസ്തകത്തിലും യേശുക്രിസ്തുവിനെ വ്യക്തമായി പറയാൻ തന്റെ ജനനത്തെ കുറിച്ചാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്നവന് പേരിടും. പ്രിയപ്പെട്ടവരെ, തിന്മതല്ലേ നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നതിനുമേ അവൻ വെറുക്കുന്ന അവൻ ജനിച്ച പട്ടണത്തെ അവൻ വിട്ടുപോകും. മിസ്രൈമിലേക്ക് പോയി യേശു. അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, ക്രിസ്തു ജനിക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവർത്തിയായുവാൻ യെശയ്യാവ് തന്നെ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആ യേശുവിനെ കുറിച്ച് തന്റെ ഇവിടുത്തെ സകല അധികാരത്തെയും തന്നെ കുറിച്ച് പറയുന്നു. 32-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആ യേശുക്രിസ്തുവിന്റെ വളർച്ച, ആ യേശുക്രിസ്തുവിന്റെ വിസ്താരം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശിക്ഷ, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് വരെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്നു. ആ ക്രിസ്തു അവിടെ സങ്കീർത്തനത്തിലോ യേശുക്രിസ്തുവിനെ 40-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യം വായിക്കുമ്പോൾ അവിടെ പാപയാഗങ്ങളും ഭോജനയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല എങ്കിൽ അത് അർപ്പിക്കുമായിരുന്നു. നിന്റെ ഇഷ്ടം എന്തായിരുന്നു? എന്നെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സമർപ്പണത്തോടു കൂടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്.
ആ യേശു 129 സങ്കീർത്തനത്തില് വായിക്കുന്നു, അവൻ ബാല്യം മുതലേ അവനെ തകർക്കേണ്ടതിന് എന്നെ ഉപദ്രവിച്ചു, അവരെന്നെ ജയിച്ചില്ല, അവർ പിന്നെയോ ഉഴവിച്ചാൽ പോലെ എന്റെ മുതുവിനെ കീറി. അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല യേശുവിനെ. അവർ ബാല്യം മുതലേ യേശുവിനെ ഉപദ്രവിച്ചു. ആ ഉപദ്രവിച്ചപ്പോഴാണ് യേശുവിനെ കുറിച്ച് യോസഫിനോട് ദൈവം ദൂതനെ വിട്ട് പറയിച്ചു, ശിശുവിനെ ജീവഹാനി വരുത്തുവാൻ നോക്കുകയാണ്, അതുകൊണ്ട് അവനെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോകുവാൻ പറഞ്ഞു. ആ മിസ്രൈമിലേക്ക് പോയി. ആ മിസ്രൈമിൽ നിന്നും ഹെരോദാരാജ് മരിച്ചപ്പോൾ മടങ്ങി വരുവാൻ ദൈവം ആലോചന കൊടുത്തടുത്ത് മടങ്ങി വന്നപ്പോൾ ഇവിടെ ഹെരോദാരാജിന്റെ മകൻ രാജാവായി വാഴുന്നത് കൊണ്ട് അവര് അവിടെ നിന്നും നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് പോയി. നസ്രത്ത് പട്ടണത്തിലേക്ക് പോയ കർത്താവ് അവിടെ വളർന്നു. അവിടെ നിന്നും സ്നാനമേക്കുവാൻ യേശു യോർദാനിലേക്ക് വന്നു. ഇവിടെ നിന്നും യോർദാനിൽ സ്നാനമേറ്റ് ആത്മശക്തിയോടെ വീണ്ടും ഗലീലയിലേക്ക് പോയിട്ട് വളർന്ന നസ്രത്തിലേക്ക് ചെന്നിട്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ യേശു പ്രസംഗം ആരംഭിച്ചു. യേശുവിന്റെ പ്രസംഗത്തിന് മുൻപിൽ രോഗികൾ സൗഖ്യമായി, പൈശാചിക ബന്ധനങ്ങൾ, പ്രിയപ്പെട്ടവരെ മുടന്തന്മാർ നടന്നു, കുരുടന്മാർക്ക് കാഴ്ചയുടെ കുഷ്ഠരോഗികളെ ശുദ്ധമായി, മരിച്ചവരെ യേശു ഉയർപ്പിച്ചു. അങ്ങനെ ഉയർപ്പിച്ച ഒരേ ഒരു വ്യക്തി യേശു മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് യേശു മരണത്തെ തോൽപ്പിക്കുവാനിരുന്ന യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ അന്നത്തതായ മതങ്ങൾക്കും അന്നത്തേതായ പുരോഹിതന്മാർക്കും അന്നത്തെ ശാസ്ത്രിമാർക്കും അന്ന് യേശുവിന്റെ തത്വങ്ങളെ അംഗീകരിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഒറ്റ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കാം. ക്രൂശിക്കണമെങ്കിൽ വിസ്തരിക്കണം. റോമൻ നിയമം അനുസരിച്ച് വിസ്തരിക്കണം. വിസ്തരിക്കാതെ ഒരാളെ ക്രൂശിക്കുവാൻ റോമൻ നിയമത്തിന് കഴിയില്ല. ഒരു വ്യക്തിക്ക് കല്ലെറിഞ്ഞു കൊല്ലണമെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവദൂഷണം പറയുന്ന ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ന്യായപ്രമാണം അനുവദിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് യേശുവിനെ കല്ലെറിയുവാൻ കല്ലെടുത്തു. പക്ഷേ കല്ല് എറിയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയാം? അവനിൽ ഒരു കുറ്റവുമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി മാത്രമുണ്ട് ലോകത്തിന്റെ ചരിത്രത്തില്. ലോകത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എന്റെ പാപത്തെ കുറിച്ച് ആർക്ക് ബോധം വരുത്തുവാൻ കഴിയും? ലോകത്തിന് ബോധം വരുത്തുവാൻ കഴിയാത്ത, വിസ്തരിച്ചിട്ട് കുറ്റമില്ലാത്ത, മാറി മാറി കോടതികളിൽ വിധിച്ചിട്ടും ഇവനിൽ ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞിട്ടും അവനെ ക്രൂശിക്കുവാനുള്ള കാരണം എന്താ? റോമൻ നിയമം അനുസരിച്ച്, റോമൻ ഗവൺമെന്റ് ഒരു വ്യക്തിയെ വിസ്തരിച്ച് അവൻ കുറ്റക്കാരനെന്ന് കണ്ടാൽ അവനെ നിയമം അനുസരിച്ച് വാളുകൊണ്ട് അവനെ അറുത്തു കൊല്ലണം, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലണം. പക്ഷിയോ അവൻ വിസ്തരിച്ചിട്ട് യേശുവിനെ അവന് കുറ്റമില്ല എന്ന് കണ്ടിട്ട് അവിടെ വാളിന് യേശുവിന്റെ ശരീരത്തെ തൊടുവാൻ അവർക്കാർക്കും സാധ്യമായില്ല. പിന്നെ എന്തിനാ ക്രൂശ് മരണം കൊടുത്തത്? ഞാനും നിങ്ങളും ഏറ്റ ശാപം, ഞാനും നിങ്ങളും ഏറ്റ പാപം, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ഒരു മരണം കൈവരിക്കുവാൻ, എന്നെ നിങ്ങളെ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, എന്നെ ജീവൻ തരുവാൻ അവനൊക്കെ മരക്കുരിശില് കാൽവരിയില് യാഗമായി തീർന്നു. ആ യാഗമാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്. ആ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് നടന്നത് അവിടെയാണ്. മറ്റ് പ്രായശ്ചിത്തമാണ്
നമ്മളൊക്കെ ഇന്നും അറിയാതെയൊക്കെ നേർച്ചകള്, കാഴ്ചകൾ, കഞ്ഞിവിത്തുകൾ, മലകേറുന്നു, ഉരുളു നേർച്ച നേർന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. മരണശേഷം പ്രിയപ്പെട്ടവരെ നമ്മളെ കർമ്മങ്ങളൊക്കെ പലതും ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം മരിച്ച വ്യക്തിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ജീവനോടിരിക്കുമ്പോൾ ഈ രക്ഷ നേടിയ നിത്യതയിലേക്ക് പോകുവാൻ കഴിയും. പാപത്തെ വെടിഞ്ഞ് ഒരു ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നേരത്തെ ദൈവാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ ദൈവം അധികാരം തന്നിരിക്കുന്ന വിഷയം അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാ? ദൈവം അധികാരം കൊടുത്തു വിശ്വസിക്കുന്നവരെ. ആ വിശ്വാസമാണ് ഞങ്ങള് സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ മൈക്കും പിടിച്ചോണ്ട് നിൽക്കുവാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ നോക്കുക, ഈ പോങ്ങുമൂട് കോറിയില് എത്രയോ വർഷം കരിങ്കല്ല് ചുമന്ന ഒരു തലയാണ് ഈ തല. അനവധി നോക്കുക, ഇവിടെ നിന്ന് ഈ ഉയർന്നു നിന്ന പാറയുടെ മണ്ടയിൽ നിന്നും ഉടച്ച് താഴെയിടുന്ന ആ പാറ കഷണം ഈ തലയ്ക്കകം നോക്കുക പുറത്ത് കയറിയ ഒരു തലയാണ് ഈ തല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ഞാനും നടന്ന് ഞങ്ങള് ഇവിടെ ഇരിക്കുന്ന അജിപാസ്റ്റർ ഞങ്ങൾ ഇവിടെ എല്ലാം ഓരോ കവലകളും തോറും നടന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും യേശുവിനെ കുറിച്ച് ട്രാക്റ്റുകളും കൊടുക്കും. എന്തുകൊണ്ടാണത് പ്രസംഗിക്കുവാൻ? എന്റെ പ്രായമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എന്റെ പേര് സോമനാണ്, ഞാൻ താമസിക്കുന്ന മണ്ഡപത്തിനിടെയാണ്. എന്നോട് കൂടെ ഇരുന്ന് മദ്യപിച്ച പല ലോഡിങ് തൊഴിലാളികളും ഈ പോകുമ്പോൾ പ്രദേശത്തുണ്ട്. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയെ ഈ പ്രകാരം കൊണ്ടുവന്ന് ഈ ബൈക്കും പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുവാൻ ഈ ദൈവം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹമാണ്. ആ വിടുതലാണ് ഈ സ്നേഹം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ യേശുവിനെ ലജ്ജിക്കാതെ പ്രസംഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇത് അമേരിക്കന്റെ പണം കൊണ്ടല്ലോ. അമേരിക്കന് നമ്മളിപ്പോ അങ്ങോട്ട് കൊടുക്കേണ്ടി വരണം. അമേരിക്ക ഇവിടെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അമേരിക്കയിൽ ഇപ്പൊ പൈസ ഇല്ല ഇങ്ങോട്ട് തരാൻ. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാ പലരും ഒക്കെ വിചാരിക്കുന്ന ഞങ്ങൾ നീലത്തിലും സോപ്പിലും ഒക്കെ നിൽക്കുമ്പോ ഇവര് ഞങ്ങളുടെ ഉള്ളമറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവര്. ഞങ്ങളൊക്കെ ശരിക്കും അധ്വാനിച്ച് ഞാൻ പറഞ്ഞ കേട്ടല്ലോ, കരിങ്കല്ലിരുന്ന് നരങ്ങിയ തലയാണിത്. ഇപ്പൊ മുടിയെല്ലാം ഒക്കെ ഞാൻ കൈ കൊണ്ടാ ഒതുക്കി വെക്കുന്നത്. എല്ലാം തോർത്തിലിരുന്ന് നരങ്ങിയ തലമുടിയെല്ലാം തോർത്തിലിരുന്ന് നരങ്ങി കരിങ്കല്ലിൽ കൂടെ പോയി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ മൈക്കും പിടിച്ചോണ്ട് നിൽക്കുക എനിക്ക് ഭാഗ്യം തന്നപ്പോ ഈ ദൈവത്തെ എങ്ങനെ പ്രസംഗിക്കാതിരിക്കും, എങ്ങനെ സാക്ഷ്യം പറയാതിരിക്കും? ദൈവമക്കളെ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ആരെല്ലാം ഉപദ്രവിച്ചാലും എനിക്കിപ്പോ 71 വയസ്സ് കഴിഞ്ഞു. ഞങ്ങൾ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ പരസ്യയോഗം നിൽക്കുമ്പോ 2 കൊച്ചു പിള്ളേര്, എന്റെ കൊച്ചുമോന് എന്നെ 24 വയസ്സ് കഴിഞ്ഞു, എന്റെ മോളുടെ മൂത്ത മോന്. 2 കൊച്ചന്മാര് ബൈക്കിൽ വന്ന് നിന്നിട്ട് പറയാം, എടാ പ്രിയപ്പെട്ടവരെ, എടുക്കാൻ പറഞ്ഞ എടുക്കുന്ന ഒരു മാർഗം തന്നെയാണിത്. ഭയമുള്ളത് കൊണ്ടല്ല. എന്റെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ് വാളെടുക്കുമ്പോ വാളെടുക്കാനല്ലോ, വാള് ഉറയിലിടാനാണ് പഠിപ്പിക്കുന്നത് ഞങ്ങളെ. ഞങ്ങളുടെ നേതാവ് വാള് ഉറയിലിടാനാ പറയുന്നത്. വാളെടുക്കുന്നവൻ വാളായി മരിക്കും. എത്രയോ കവല ചട്ടമ്പിമാര് നമുക്കറിയാലോ, റോട്ടിന്റെ തിണ്ണകളിലൊക്കെ താറുമാറായിട്ട് 54 വെട്ടും
35 വിട്ടും ആയിട്ട് നമ്മൾക്ക് പത്രങ്ങളിലും വാർത്തയിലൊക്കെ കേട്ടതല്ലയോ. പക്ഷയോ ഈ മാർഗം അങ്ങനെയുള്ള മാർഗമല്ല, കൊടി പിടിക്കുന്ന മാർഗമല്ല, പൊതുമുതൽ നശിപ്പിക്കുന്ന മാർഗമല്ല. പിന്നെയോ മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനമില്ലാതെ മാരകമായ രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കേസ് ബാധിച്ചും പ്രിയപ്പെട്ടവരെ മാരകമായ രോഗത്തിന് വൈദ്യശാസ്ത്രങ്ങൾക്ക് പോലും അതിനെ സൗഖ്യമാക്കുവാൻ മനസ്സിലാതെ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് എന്റെ യേശു സൗഖ്യമാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നത്. അനവധി വൈദ്യശാസ്ത്രങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു ശരീരമാണ് ഈ ശരീരം. ആ വൈദ്യശാസ്ത്രത്തിന് ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ഹിന്ദു വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. വൈദ്യശാസ്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒറ്റ രാത്രി കൊണ്ട് ദൈവം എന്നെ സൗഖ്യമാക്കിയ ആ സൗഖ്യത്തിന്റെ വിടുതല ഇന്നും ആരോഗ്യത്തോടെ ശാരീരികമായി ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ശക്തിയോടെ പ്രസംഗിക്കുവാൻ ആത്മബലം തന്നത് ഉയരത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആ യേശു ഇവിടെ നോക്കുക, മാനവകുലത്തിനു വേണ്ടിയാണ് ആ യേശു മനുഷ്യനായി ഇവിടെ അവതരിച്ചത്. യേശുവിനെ കുറിച്ച് 2700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാര് പ്രവചിച്ചു. ആ പ്രവചനമെല്ലാം ആ നിവർത്തിയായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ വായിക്കുന്ന മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ അവരവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടും. യേശു എന്താ പേരിടുന്നത്? നമ്മുടെ വീട്ടിലൊരു ശിശു ജനിച്ചാൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആ കൊച്ചന് ഒരു പേരിടുവാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പോലെ യേശുവിനെ മുന്നറിയിപ്പ് കൊടുത്തു. അവൻ ജനിക്കുമ്പോൾ അവരുടെ പാപങ്ങളിൽ നിന്നും അവനെ രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടുന്നു. യേശു എന്ന പേരിട്ടു. യോഹന്നാൻ ദൈവം പറഞ്ഞു യോഹന്നാന്റെ പേരിടുവാനും സ്വർഗം തന്നെ ദൂതൻ പറഞ്ഞു യോഹന്നാൻ എന്ന പേര് ഇടണം. പക്ഷെ സെഖരിയാവ് സംശയിച്ചു. പക്ഷെ അതുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന്റെ പേരെഴുതുന്നത് വരെ പുള്ളിയുടെ ശബ്ദമെടുക്കാതെ അടച്ചു വെച്ചിരുന്നു ദൈവം. ഇവിടെ നോക്കുക, യേശു മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പ് അനുസരിച്ച് യേശു ഇവിടെ ജനിച്ചത് എപ്പോഴാണ് ജനിച്ചത്? കാലം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചെങ്കിലും പ്രവചനം നിവർത്തിയായത് ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ മക്കൾ ജഡത ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. അവകാശ സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളതായിരുന്നില്ല. അല്ലേ? നമ്മളൊക്കെ ഭൂമിയിൽ ഒക്കെ പാർപ്പിടമൊക്കെ പണിതു, നമ്മുടെ മക്കളൊക്കെ പരുമായി അവരൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ ആയി. ചിലപ്പോൾ നമുക്ക് അല്പം ഭൂമിയോ എസ്റ്റേറ്റോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ വേലക്കാരനുമുണ്ട്. ആ വേലക്കാരനുമുണ്ടായിരിക്കുമ്പോൾ അവിടെ ജനിച്ചതായ ശിശു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പരമ്പിൽ നിന്നൊക്കെ അങ്ങോട്ട് മലർന്ന് ഇങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് മേലോട്ട് ഉയർന്ന് മുട്ടിന്മേൽ ഇഴഞ്ഞ് നടക്കുന്ന പ്രായത്തിന് ആ പയ്യൻ്റെ പറഞ്ഞ് നമ്മുടെ എസ്റ്റേറ്റ് ചെന്ന് നോക്കിയിട്ട് വരുവാൻ പറഞ്ഞാൽ ആ പുള്ളി പോവുകയില്ല. കാരണം യജമാനന്റെ കീഴിലാണെങ്കിലും, പക്ഷേ യജമാന് സകലത്തിനും അവകാശിയാണെങ്കിലും, പക്ഷേ ദാസനേക്കാൾ അത് പ്രാപ്തി പ്രാപിക്കുന്നത് വരെ പുത്രനേക്കാൾ മുൻപാകുകയില്ല എന്നാണ് ഇവിടെ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്.
പിന്നെയോ അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കാലസമ്പൂർണ്ണ വന്നപ്പോൾ, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ നിന്നും കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാനത്രേ അവനെ ലോകത്തിൽ അയച്ചത്. പ്രാചിത്വത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതെ തന്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയാൽ ഈ ഭൂമിയിൽ മനുഷ്യ അവതാരം എടുക്കപ്പെട്ടത് ന്യായപ്രമാണത്തിന് കീഴിൽ കിടന്നതായ പാപത്തിന് അടിമയായിരുന്ന, ശാപത്തിന് അടിമയായിരുന്ന, ഭരണത്തിന് അടിമയായിരുന്ന ആ വ്യക്തിത്വങ്ങളെ വീണ്ടെടുക്കേണ്ടതിന്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങേണ്ടതിന് അവൻ നോക്കുക സ്ത്രീയുടെ സന്തതിയായി ഇവിടെ ജനിച്ചു. അത് അങ്ങനെയാ സ്ത്രീയുടെ സന്തതിയായിട്ടുള്ള ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ സന്തതിയാൽ. മറിയോട് പറഞ്ഞത് എങ്ങനെയാണ്? ദൂതൻ പറഞ്ഞത് എങ്ങനെയാണ്? പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ നീളിടും. ആ നീളുമ്പോ നിനക്ക് ഒരു സന്താനമുള്ള ഭാഗം, അതൊരു പുരുഷ സന്താനം. അത് ഈ പ്രപഞ്ചത്തെ വാഴുവാൻ, ഈ പ്രപഞ്ചത്തെ ഭരിക്കുവാൻ, ഈ പ്രപഞ്ചത്തിന്റെ രാജാതിരാജാവായി, കർത്താതികർത്താവായി, ദൈവാതി ദൈവമായി ഒരു ഭരണാധികാരി ലോകത്തിൽ പ്രസിദ്ധപ്പെടുവാൻ സമയമായി. അതുകൊണ്ട് അതിനു മുമ്പ് ഈ രക്ഷ നേടുവാനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളും നിങ്ങളെ വിളിച്ചറിയിക്കുന്നത്. ഈ യേശുവിന്റെ ഇഷ്ടം, തന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് താൻ ഈ ലോകത്തില് വന്നത്. ആ ലോകത്തിൽ വന്ന ക്രിസ്തു തന്നെ വിസ്തരിച്ച്, തന്നെ ശിക്ഷ കൊടുത്ത്, തന്നെ ക്രൂശിൽ തറച്ച്, കാൽവരിയുടെ നിറകിൽ ക്രൂശിന്മേൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി നിൽക്കുന്ന ആ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തന്റെ തലയെ ചാച്ചുകൊണ്ട് തന്റെ പ്രാണനെ തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു. തന്റെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുത്തില്ല. എന്താ ഉത്തരം കൊടുക്കാത്തത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാമെന്ന് തന്നെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് ചെയ്തു കൊള്ളാമെന്ന് ഉടമ്പടിയും ചെയ്ത് ഇവിടെ വന്നിട്ട് ഒരല്പ കഷ്ടം അനുഭവിച്ചപ്പോൾ ഇവിടെ നോക്കുക, പിതാവിനോട് വിളിക്കുകയാണ്, എന്നെ ഒന്ന് വിടിവിക്കണമെന്നല്ല, എന്നെ കൈവിട്ടതെന്ത്? പിതാവ് ഉത്തരം കൊടുത്തില്ല. കാരണം എന്തുകൊണ്ടാ ഉത്തരം? താന് കൈവിട്ടിരുന്നുവെങ്കിൽ തന്നെ ക്രൂശിൽ നിന്ന് വിടുവിച്ചെങ്കിൽ എന്റെ പാപത്തിൽ നിന്നും, എന്റെ ശാപത്തിൽ നിന്നും, എന്റെ കഷ്ടതയിൽ നിന്നും എനിക്ക് വിമോചനം ഉണ്ടാകില്ല. ആ യേശു കാൽവരിയിൽ യാഗമായി തീർന്നത് കൊണ്ട്, ഒരു പരമയാഗമായി തീർന്നത് കൊണ്ട്, ഒരു പ്രജാപതി യാഗമായി തീർന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും രക്ഷ വന്നു. ആ രക്ഷ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി നേടുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിൻ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളണം. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾക്കൊരു നേതാവ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 കൊച്ചൻ പയ്യന്മാര് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് എടറാന്ന് ഒരപ്പച്ചന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച്, കേരളത്തിൽ ജനിച്ച്, ഇന്ത്യയുടെ ഒരു പൗരനായി ജീവിക്കുന്ന ഞാൻ, എന്നെ ജനിച്ച് 7 ദിവസം